ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് ഇന്നത്തേക്കുള്ളൊരു ഗൈഡൻസ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ടിരിക്കുക, നിങ്ങളുടെ സിറ്റുവേഷൻസ് ഒക്കെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇന്നത്തേക്കുള്ള നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ് എന്താണ്? ടു ഓഫ് പെൻറ്റിക്കിൾസ് റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത്. സ്ട്രെങ്ത് വന്നിട്ടുണ്ട്. നൈറ്റ് ഓഫ് സോർഡ്സ്, ഫോർ ഓഫ് വൺസ്, സൺ കാർഡ്. ഓക്കെ, ത്രീ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ബോട്ടം ഓഫ് ദ ഡെക്ക്. അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ എനർജിയിനകത്ത് ഇവിടെ ടു ഓഫ് പെൻറ്റിക്കിൾസ് റിവേഴ്സ്ഡ് വരുമ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടാവുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് സ്റ്റേബിളായി നിന്നുകൊണ്ട് ഡിസിഷൻ എടുക്കും, തീരുമാനമെടുക്കും എന്നുള്ളതാണ് മെയിൻലി. ഓക്കെ, അതായത് നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ ഇറങ്ങിത്തിരിക്കാൻ അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരാളായിരിക്കാം. പൊതുവേ നിങ്ങൾ അങ്ങനെയുള്ള ഒരാളായിരിക്കാം. ഭയങ്കര കൺഫ്യൂഷനായിരിക്കും, ഒരു ഡിലേ ആയിരിക്കും ഒരു ഡിസിഷൻ എടുക്കാൻ. പക്ഷേ ഇന്നത്തെ ദിവസം നിങ്ങൾ അതിന് പ്രോപ്പറായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കും എന്നുള്ളത് കാണുന്നുണ്ട്. കറക്റ്റ് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല, ഒരു ജഗ്ലിംഗ് ഇല്ലാതെ, ഒരു ബാലൻസ് ഇല്ലാതെ കറക്റ്റായിട്ട് നിങ്ങൾ അതിൻ്റെ ഡിസിഷൻ എടുക്കും, ഒരു ബാലൻസിൽ വരുത്തി ഡിസിഷൻ എടുക്കും. ഓക്കെ, സ്ട്രെങ്ത് കാർഡ് സെക്കൻഡ് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളിന്ന് വളരെ ബോൾഡായിരിക്കും. പല കാര്യത്തിലും നിങ്ങൾ വളരെ ബോൾഡായിട്ടിരിക്കും, എല്ലാ കാര്യത്തിലും. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലായാലും ഫാമിലീൻ്റെ ഇടയിലായാലും പാർട്ട്ണറിൻ്റെ ഇടയിലായാലും ഒക്കെ നിങ്ങളുടെ തീരുമാനം എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിരിക്കും. അതുപോലെ നിങ്ങളിലേക്ക് വരുന്ന ആളുകളുമായിട്ട് നല്ലൊരു ബോണ്ടിങ് സൃഷ്ടിക്കാൻ നിങ്ങൾ തയ്യാറാകും. ഓക്കെ, നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോണ്ടിങ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട്. നൈറ്റ് ഓഫ് സോർട്സിന് എനർജി വരുമ്പം ഒരു ഗൈഡൻസ് ആണ്. നിങ്ങൾ ഫാസ്റ്റായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാളായിരിക്കാം. അപ്പം നിങ്ങൾ എല്ലാ കാര്യവും വളരെ കറക്റ്റായിട്ട് ചെയ്യും, പക്ഷെങ്കിൽ എടുത്തു ചാടി ചെയ്യാതിരിക്കുക. ഓക്കെ, എടുത്തു ചാടി ചെയ്യാതിരിക്കുക എന്ന് വെച്ചാൽ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് തിങ്ക് ചെയ്യുന്നു, അതിനെന്തെങ്കിലും ഭവിഷ്യത്തുണ്ടോ, അല്ലെങ്കിൽ അത് റൈറ്റ് ആണോ അല്ലെങ്കിൽ റോങ് ആണോ എന്ന് കറക്റ്റായി ആലോചിക്കാതെ ഡിസിഷൻ എടുക്കാതിരിക്കുക. അത് തെറ്റായി മാറും, അല്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് കാണുന്നുണ്ട്. സോ അതൊന്ന് ശ്രദ്ധിക്കുക. ഫോർ ഓഫ് വൺസിന് എനർജി വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളിലേക്ക് ഇപ്പോൾ മാരേജിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ മാരേജ് പോസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അതിലേക്കൊരു മാരേജ് പോസിബിലിറ്റി അല്ലെങ്കിൽ ഒരു റിയൂണിയൻ, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു റിയൂണിയൻ കാര്യങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു സെലിബ്രേഷൻ വരാൻ പോവുകയാണ്, നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ് നിങ്ങളുടെ ലൈഫിലെ ചില ഹാപ്പി മൊമെൻറ്റ്സ് എന്നുള്ളത് കാണുന്നുണ്ട്. എഗെയിൻ സപ്പോർട്ടഡ് ആയിട്ടാണ് സൺ കാർഡ് വന്നിട്ടുള്ളത്. മാരേജ് പോസിബിലിറ്റി അല്ലെങ്കിൽ ഒരു സെലിബ്രേഷനാണ്, നിങ്ങൾ ഹാപ്പി ആയിട്ട് ആഘോഷിക്കാൻ പോവുകയാണ്. ചിലപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നതായിരിക്കാം. ആൻഡ് അതുപോലെ ത്രീ ഓഫ് കപ്സിൻ്റെ എനർജി ആയിരുന്നു ബോട്ടം ഓഫ് ദ ഡെക്ക്. നിങ്ങളുടെ ഇടയിലേക്ക് കൂടുതൽ ആളുകൾ കടന്നു വരാം. ഓക്കെ, സന്തോഷകരമായിട്ട് ആഹ്ലാദിക്കാൻ അല്ലെങ്കിൽ സന്തോഷകരമായിട്ട് പല കാര്യങ്ങളും നേരിടാൻ, സപ്പോർട്ട് ചെയ്യാനൊക്കെ നിങ്ങളുടെ ഇടയിലേക്ക് ഒരുപാട് ആളുകൾ കടന്നു വന്നേക്കാം. അപ്പം ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് ഫാസ്റ്റായിട്ട് തിങ്ക് ചെയ്ത് നിങ്ങൾ ഡിസിഷൻ എടുക്കാതിരിക്കുക. അങ്ങനെ ഡിസിഷൻ എടുക്കുമ്പം ചിലപ്പം അത് റോങ് ആയി പോകാം. അപ്പോൾ ആലോചിച്ച് മാത്രം തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ തീരുമാനം എടുക്കും, നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ അത് തെറ്റായി പോവാതെ ശ്രദ്ധിക്കുക.
മെറ്റീരിയൽ ഹാർവസ്റ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ആവുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് വീട്, കാറ് അങ്ങനെയുള്ള വസ്തുക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വർക്ക് ആവുന്നുണ്ട്. നിങ്ങൾ റൈറ്റ് പാത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പേഷ്യൻസിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ക്ഷമ നല്ലതാണ്. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ എല്ലാ കാര്യങ്ങളും തീരുമാനമെടുക്കും. നിങ്ങൾക്കൊരു ജഗ്ലിങ് ഉണ്ടാവില്ല. നിങ്ങൾ കറക്റ്റ് ബാലൻസ് ചെയ്ത് അതിനെ കൺട്രോൾ ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ എങ്കിലും നിങ്ങൾ ഫാസ്റ്റായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു എനർജി ഇവിടെ വന്നു. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ക്ഷമ നിങ്ങൾക്ക് ഇവിടെ നല്ലതാണ്. അതായത് ക്ഷമിച്ചുകൊണ്ട് മാത്രം, മീൻസ് എന്തൊരു കാര്യം ചെയ്യുമ്പോൾ ക്ഷമയോടെ ചെയ്യുക എന്നുള്ളത്. ട്രിമ്പിൻ്റെ എനർജിയാണ് ഇത്, ചാരിയറ്റിൻ്റെ എനർജിയാണ്. സൺ കാർഡും 4 of Wands പറയുന്ന അതേ കാര്യം തന്നെയാണ് ഈ ട്രിമ്പിൻ്റെ കാർഡ് പറയുന്നത്. ചാരിയറ്റ് എന്ന് പറയുന്നത് രഥത്തിൽ വരുന്ന ഒരു രാജകുമാരൻ, അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ ആൾ കടന്നു വരുന്നതായിരിക്കാം, മാരേജ് പോസിബിലിറ്റി ആയിരിക്കാം, അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വരുന്നതായിരിക്കാം, അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കാൻ വരുന്നതായിരിക്കാം. സോ പുതിയ ആൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. വിസ്ഡത്തിൻ്റെ കാർഡാണ്. നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ലൈഫിൽ പല കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞു. ലൈഫിൽ ഈ നിങ്ങളുടെ ലൈഫിൽ കടന്നു പോകുന്ന, അത് റിലേഷൻഷിപ്പിലൂടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫാമിലിയിലൂടെ ആയിക്കോട്ടെ, എന്തൊരു കാര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോയത് ഒരുപാട് പാഠങ്ങൾ പഠിച്ചുകൊണ്ടാണ്. അത് നിങ്ങൾ ലൈഫിലേക്ക് എടുക്കും എന്നുള്ളത് കാണുന്നുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പല അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും നിങ്ങളുടെ ലൈഫിൽ പഠിച്ച പാഠങ്ങൾ നിങ്ങളെ അതിന് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സ്ട്രെയിറ്റ് ഫോർവേഡാണ് കാണുന്നത്. സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. നിങ്ങളുടെ ഡിസിഷൻ എപ്പോഴും ഒറ്റൊരു ഡിസിഷൻ ആവുക. ഓക്കെ, അതായത് കൺഫ്യൂഷൻസ് നിങ്ങൾ വെക്കേണ്ട കാര്യമേ ഇല്ല. നിങ്ങൾക്ക് ഒറ്റൊരു തീരുമാനം മാത്രം ഉണ്ടായിരിക്കുക. ആ ഒരു കാര്യത്തിലേക്ക് മാത്രം നിങ്ങൾ ഫോക്കസ്ഡ് ആവുക എന്നൊരു ഗൈഡൻസും കൂടി ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ യൂണിവേഴ്സ് മെസ്സേജ് എന്ന് പറയുന്നത്. നമുക്കിനി സോഡിയാക് സൈൻ നോക്കാം. Aquarius, Libra, Taurus, Leo, Capricorn, Pisces, Sagittarius, Gemini, Aquarius, Libra, Aquarius again. ഇനി നമുക്ക് ക്ലൂസും കൂടി നോക്കാം. Letter L number 21, 34, letter A 30, letter R 111, letter M 37, letter D 37 again, 31 letter T, 21 19 F N. ഓക്കെ, ഇത് നിങ്ങളുടെ നെയിമിൻ്റെ ലെറ്റേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള നമ്പേഴ്സ് ആയിരിക്കാം, ഓർ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ നമ്പറൊക്കെ ആയിരിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇതിലെ പോസിറ്റീവ് കാര്യങ്ങൾ ക്ലെയിം ചെയ്യാൻ വേണ്ടി ലൈക്ക് ചെയ്യുക. അതുപോലെ റീഡിംഗ് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.